ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ, പല്ലി, അതുപോലെ വീടിൻ്റെ പുറത്തൊക്കെ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ഒരുപാട് ശല്യം ഉണ്ടാവും അല്ലേ. അപ്പം ഇവരെയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ ഓടിക്കാനുള്ള 2-3 കുഞ്ഞു ടിപ്സായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കടുകാണ്. ഒരു 3 സ്പൂൺ കടുക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് നമുക്കിത് പൊടിഞ്ഞൊന്നും പോകണ്ട, ഇങ്ങനെ ഒന്ന് ചതച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഒരു 2 സ്പൂൺ ഞാൻ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാഫ്തലിൻ ബോളാണ്, അതായത് നമ്മുടെ പാറ്റ ഗുളിക. അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഇതിലേക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ള നമ്മുടെ ഡിഷ് വാഷാണ്, നമ്മൾ പാത്രം കഴുകുന്നത്. ഡിഷ് വാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, എല്ലാം കൂടി. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടിഷ്യൂ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്, 2 പീസായിട്ട്. ടിഷ്യൂ പേപ്പർ വേണം നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ചെറിയ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്താലും മതി. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുപ്പികളുടെ അടപ്പൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നത്, അതൊക്കെ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീടിനുള്ളിൽ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ ഇതുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അവർ വന്ന് കഴിച്ചിട്ട് പൊക്കോളും, പിന്നെ അവർ ശല്യ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അവിടെയൊക്കെയാണ് കൂടുതലും രാത്രി സമയത്ത് പാറ്റയും പല്ലിയൊക്കെ ഇറങ്ങി വരാനുള്ളൊരു സാധ്യതയുള്ളത്. അപ്പം കൂടുതലും കിച്ചണിലായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യമുള്ളത്. അതുപോലെ കിച്ചൺ കബോർഡിനുള്ളിലും ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം പാറ്റ, പല്ലി ശല്യമുള്ള ഭാഗത്തൊക്കെ നമ്മുടെ കൈയെത്തുന്ന എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്കിതുകൊണ്ട് വെച്ച് കൊടുക്കാം. ഇത് കഴിച്ചാൽ പിന്നെ ഭാഗത്തേക്ക് പിന്നെ പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കടുകിൻ്റെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകിൻ്റെ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കർപ്പൂരമാണ്. അപ്പോൾ ഒരു കർപ്പൂരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചിട്ട് നമ്മുടെ കടുവിൻ്റെ ആ ഗുണങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി കിട്ടണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ പൗഡറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. കർപ്പൂരത്തിൻ്റെ നമ്മുടെ പൗഡറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു സ്മെല്ല്, കടുകിൻ്റെ ഈ സ്മെല്ലൊന്നും നമ്മുടെ പാറ്റയ്ക്കും പല്ലിക്കും ഒന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് ഇവരെ ഓടിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തണുത്തതിന് ശേഷമാണ് കേട്ടോ അരിച്ചെടുത്തത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. യാതൊരു ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ടുണ്ടാവില്ല. കടുകും അതുപോലെ തന്നെ നമ്മുടെ പൗഡറും കർപ്പൂരമൊക്കെയാണ്. കർപ്പൂരവും കടുകൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും നമ്മുടെ വീടിനുള്ളിൽ. അതുപോലെ നന്നായിട്ട് ഇതൊന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പിലും കിച്ചണിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതുപോലെ കിച്ചൺ സിങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടച്ച് വിട്ടാൽ മതി കേട്ടോ. ഇനി തുടച്ച് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ നമ്മൾ ഇട്ടേച്ചാലും മതി കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ പാറ്റ, പല്ലി, മറ്റുള്ള ഉറുമ്പ്, ഈച്ച ഇതൊന്നും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലോട്ടോ ഒന്നും വരത്തില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ വീട്ടിനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കർട്ടനിൽ അതുപോലെ ബെഡേൽ ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട് നമ്മുടെ കടുക് ചതച്ചത്. അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ വെള്ളം ചേർക്കരുത്. നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ആ ഒരു പരുവത്തിന് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒഴിച്ച വിനാഗിരി കുറച്ച് കുറവുണ്ട്, കുറച്ചുകൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിന് ഞാനിപ്പോൾ ഒരു ബോളായിട്ട് ഇവിടെ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബോൾ ഫുള്ളായിട്ടൊന്നും നമ്മൾ വെച്ച് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇത് ഉരുട്ടിയെടുക്കണം. വലിയ ബോളാകുമ്പോൾ എലികളൊക്കെ വന്ന് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. ചെറുതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ കഴിച്ചോളും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു ബോൾസായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിത് ഫുള്ള് ഇതുപോലെ ഉരുട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ വീടിൻ്റെ പുറത്തൊക്കെ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് ഇതുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വന്ന് കഴിച്ചിട്ട് പൊക്കോളും, പിന്നെ അവരുടെ ശല്യ ഭാഗത്തേക്കേ ഉണ്ടാകത്തില്ല. അപ്പം എലിയും പെരിച്ചാഴിയും ഓടിക്കാനുള്ള അടിപൊളി ഒരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.